ദിനം ജാഗരണത്തിലേക്കുള്ള, പ്രബുദ്ധതയിലേക്കുള്ള നമ്മുടെ സാധനായാത്രയിലെ ഏറെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇന്ന്. പ്രപഞ്ച സൃഷ്ടിക്കായി സമാഹരിക്കപ്പെട്ട ഊർജപ്രവാഹത്തിൻ്റെ സഗുണവും സർഗാത്മകവുമായ ആവിഷ്കാരമാണ് ഭാരതീയ ഈശ്വരസങ്കല്പം. ഇത് ദേവി എന്ന സങ്കല്പത്തിൽ ഇച്ഛാശക്തിയുടെ, തപോവീര്യത്തിൻ്റെ ഭാവമായി വികസിക്കുന്നു. ദേവി ഭാഗവതം 3ാം സ്കന്ധത്തിൽ ദേവി ബ്രഹ്മാവിനോട് ഇപ്രകാരം പറയുന്നു: വേദം പരാമർശിക്കുന്ന പരമപുരുഷനും ഞാനും ഒന്നു തന്നെയാണ്. രണ്ടെന്ന് തോന്നുന്നത് കേവലം വിഭ്രാന്തി മാത്രം. ബ്രഹ്മം മാത്രമാണ് സത്യം, മറ്റെല്ലാം മിഥ്യ. ഞാൻ സ്ത്രീയല്ല, ഞാൻ പുരുഷനല്ല, ഞാൻ സ്ത്രീയും പുരുഷനുമല്ലാത്തതുമല്ല. ഉള്ളതെല്ലാം ഞാൻ തന്നെയാണ്. സൂര്യനിൽ രശ്മിയായും ചന്ദ്രനിൽ ശീതമായും അഗ്നിയിൽ ഉഷ്ണമായും സ്ഥിതി ചെയ്യുന്ന ശക്തിയാണ് ഞാൻ. ഗുണാതീതയായ ഞാൻ സൃഷ്ടിക്കായി ഗുണങ്ങളെ സ്വീകരിക്കുന്നു. പ്രകൃതിയിലെ ഈ ഊർജപ്രവാഹക ശക്തിക്ക് ഏറെ പ്രബുദ്ധവും മാനവികവും സൃഷ്ടിപരവും സൗന്ദര്യാത്മകവുമായ സ്ത്രീഭാവം കൽപ്പിച്ച് ദേവീസങ്കല്പമായി വികസിപ്പിച്ച ഋഷിദർശനത്തിലെ ആർഷസൗന്ദര്യം മൗലികവും സർഗാത്മകവുമാണ്. പ്രകൃതിയോട് ഏറ്റവും ഇണങ്ങി നിൽക്കുന്ന സ്ത്രീഭാവങ്ങൾ ഭാരതീയ സംസ്കൃതിയിൽ സ്ത്രീത്വത്തിനു നൽകിയ മഹനീയമായ സ്ഥാനത്തിന് ഉദാഹരണമാണ്. നവരാത്രി ഉപാസനയിലെ 2ാം നാൾ അജയ്യമായ ആത്മവിശ്വാസത്തിൻ്റെ, ഒരു കർമ്മത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ ആരംഭിച്ചാൽ ലക്ഷ്യം നേടുന്നതുവരെ സാധനാനിർഭരമായ മനസ്സോടെ പ്രവർത്തിക്കുവാനുള്ള വീര്യത്തിൻ്റെ പ്രതീകമായ ബ്രഹ്മചാരിണി എന്ന ഭാവമാണ്. പ്രതിബന്ധങ്ങളെ അതിജീവിച്ച് ലക്ഷ്യത്തിലെത്തും വരെ കഠിന പ്രയത്നം ചെയ്യാനുള്ള ഇച്ഛാശക്തിയുടെ സ്ത്രൈണ ആവിഷ്കാരമാണ് ഇത്. അതുകൊണ്ട് തന്നെ ഏറെ ധ്യാനാത്മകമാണ് ദേവിയുടെ ബ്രഹ്മചാരിണി എന്ന ഭാവത്തിലുള്ള ഉപാസന. ദധാനാ കരപത്മാഭ്യാം അക്ഷമാലാകമണ്ഡലു ദേവീ പ്രസീദതുമയി ബ്രഹ്മചാരിണ്യനുത്തമ എന്ന പ്രാർത്ഥന തപസ്സിൽ ബ്രഹ്മമാർഗത്തിൽ ചലിക്കുന്നവളായ ബ്രഹ്മചാരിണീ ഭാവമാണ് ദേവിക്ക് എന്ന് സൂചിപ്പിക്കുന്നു. താരകാസുര നിഗ്രഹത്തിനായി പരമേശ്വരനെ പ്രീതിപ്പെടുത്തുവാൻ രാജകീയ വേഷഭൂഷാദികളെല്ലാം ഉപേക്ഷിച്ച് ഹിമവാന്റെ പുത്രിയായ പർവ്വതനന്ദിനിയായ പാർവതി സാത്വികമായ വേഷത്തിൽ അക്ഷമാലയും കമണ്ഡലവും കയ്യിലേന്തി ലക്ഷ്യപ്രാപ്തിക്കായി തീവ്ര തപസ്സനുഷ്ഠിക്കുന്നതാണ് ബ്രഹ്മചാരിണീ ഭാവം. കാമൻ നശിച്ചത് തൻ്റെ കൺമുന്നിൽ വച്ചാണ് ദേവി കണ്ടത്. ഭഗവാന്റെ തൃക്കണ്ണിൽ നിന്നും ഉരുവം കൊണ്ട തീവ്രമായ ഭാവങ്ങളിൽ കാമദഹനം സംഭവിച്ചിരിക്കുന്നു. കാമം നശിച്ചാൽ മാത്രമേ ഈശ്വരപ്രാപ്തിയിലേക്ക് നടന്നെടുക്കാനാവൂ. കാമദഹനം മനസ്സിലാക്കിയ ദേവി ഭഗവാനെ പ്രാപിക്കുവാൻ കാമം കൊണ്ടല്ല, തപസ്സുകൊണ്ട് മാത്രമേ സാധിക്കൂ എന്ന തിരിച്ചറിവിൽ തപസ്വിയായി തീവ്രമായ തപസ് ആരംഭിക്കുന്നതാണ് ഭാവം. തീവ്രമായ ഉപാസനയുടെ പ്രതീകമാണ് ഇവിടെ ദേവീസങ്കല്പം. പരമേശ്വരനെ പ്രാപിക്കുന്നതിനായി തീവ്ര തപസ്സനുഷ്ഠിക്കുന്ന ദേവീഭാവം അതുപാസിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ആത്മവീര്യത്തിൻ്റെ പ്രതീകമാണ്. ബോധസ്വരൂപമായ ശിവതത്വത്തിലേക്കുള്ള സാധകൻ്റെ യാത്രയിലെ തീവ്രമായ ഉപാസനാകാലത്തെയാണ് ദേവിയുടെ ബ്രഹ്മചാരിണി എന്ന ഭാവം സൂചിപ്പിക്കുന്നത്. വീണുകിടക്കുന്ന ഇലകൾ മാത്രം ഭക്ഷിച്ച് പഞ്ചാഗ്നി മധ്യത്തിലും മറ്റും തപസ്സു ചെയ്ത് ദൃഢവ്രതയായ ദേവി. കാളിദാസൻ്റെ കുമാരസംഭവം എന്ന മഹാകാവ്യത്തിൽ പാർവതീദേവിയുടെ തീവ്രമായ തപസ്സിനെ വളരെ മനോഹരമായാണ് വർണ്ണിക്കുന്നത്. അപർണ, ഇല പോലും ഭക്ഷിക്കാത്ത എന്ന അർത്ഥത്തിൽ അപർണ എന്ന നാമം ദേവിക്ക് വന്നു ചേർന്നത്തെ.
ഈ ഭാവത്തിൽ ദേവിയെ ഉപാസിക്കുമ്പോൾ ഉപാസകനിലേക്കും ഈ കഴിവുകൾ എത്തിച്ചേരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. തപസ്സും ബ്രഹ്മചര്യത്തിലൂന്നിയ സ്വാധ്യായവും വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങളാണ്. ദേവിയുടെ ബ്രഹ്മചാരിണീ ഭാവം വിദ്യാർജനത്തിനുള്ള, അറിവിനു വേണ്ടിയുള്ള, ലക്ഷ്യത്തെ പ്രാപിക്കുന്നതിനുള്ള തീവ്രമായ അഭിലാഷത്തിൻ്റെ പ്രതീകമാണ്. ഏത് വിദ്യയും സ്വായത്തമാക്കുന്നതിന് ലോകസുഖഭോഗങ്ങൾ ത്യജിച്ച് ഏകാന്തമായ പഠനവും മനനവും ആവശ്യമാണ്. ലക്ഷ്യം മുന്നിലുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ ലോകത്തിലെ മറ്റെല്ലാ സുഖങ്ങളെയും ത്യജിക്കേണ്ടതും ആവശ്യമാണ്. സുഖാർത്ഥിക്ക് വിദ്യ വഴങ്ങില്ലെന്നും വിദ്യാർത്ഥി സുഖാർത്ഥിയാവരുതെന്നുമുള്ള ചിന്ത ഇവിടെ പ്രസക്തമാണ്. പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് ലക്ഷ്യം നേടും വരെ കഠിന പ്രയത്നം ചെയ്യാനുള്ള ഊർജം, സ്ത്രൈണമായ ഊർജം, അതാണ് ഇവിടെ ദേവീഭാവത്തിലുള്ളത്. ദേവീ ഉപാസനയിലെ ഈ 2ാം നാൾ നമുക്ക് നമ്മുടെ ആത്മസാധനയുടെ ദിനങ്ങളിൽ ഏറെ പ്രധാനപ്പെട്ടതാവുന്നത് ഈ ആത്മവിശ്വാസം നമ്മിൽ നിറയ്ക്കുന്നത് കൊണ്ടാണ്. ബ്രഹ്മചാരിണീ ഭാവത്തിലുള്ള ദേവീ ഉപാസന നമ്മളിലെ ആത്മവീര്യത്തെ, ആ ആത്മവീര്യത്തിൻ്റെ തപശ്ചര്യകളെ കൂടുതൽ ദൃഢമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമസ്കാരം.